നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശക്തി മാവേലിക്കര. എൻ്റെ നമ്പർ 8848296441. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ട് ചെടികൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം നമുക്കത് എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ട് നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ കൃത്യമായും ചെടികൾ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നിങ്ങൾക്ക് അയച്ചു തരണമെന്ന് സെല്ലറോട് നിങ്ങൾ കർശനമായും പറഞ്ഞിരിക്കണം. 2, ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന അത്ര വലിപ്പം നമ്മുടെ ഈ ചെടികൾക്കില്ലല്ലോ എന്ന് ചെടികൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പറയാറുണ്ട്. അതിന് കാരണം നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ആ ഫോട്ടോ നമ്മൾ തന്നെ ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് വ്യക്തമായും ഒരു മറുപടി ഉണ്ടായിരിക്കും. കാരണം ചരിഞ്ഞു നിന്നും വളഞ്ഞു നിന്നും ഒടിഞ്ഞു കുത്തിയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്. എന്തിനാണത്? ഏറ്റവും ഭംഗിയിൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളുടെ ഫോട്ടോ എടുക്കുന്നത്. എങ്ങനെ സെറ്റ് ചെയ്താലാണ്, ഏത് പൊസിഷനിൽ ആ ചെടികളെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോഴാണ് ഭംഗി കൂടുതലുണ്ടാവുക എന്നതനുസരിച്ചാണ് നമ്മളും ചെടികളുടെ ഫോട്ടോ എടുക്കുക. അതുകൊണ്ടാണ് ഫോട്ടോയിൽ കാണുന്ന വലിപ്പം ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന പ്ലാന്റ്സിന് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അത് പരമമായ ഒരു സത്യം മാത്രമാണ്. അടുത്തത് കൊറിയറിനെ കുറിച്ചാണ്. കേരളത്തിനകത്ത് നമ്മൾ കൊറിയർ ചെയ്യുന്ന പ്ലാന്റ്സ് അവർ പറയുന്നത് 3 ദിവസത്തിന് ഉള്ളിൽ കിട്ടും എന്നാണ്. ആ 3 ദിവസത്തിന് ശേഷം ചിലപ്പോൾ 1-2 ദിവസം താമസിക്കുന്നത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ മാത്രമാണ് പൊതുവെ 2-3 ദിവസം താമസം വരുന്നത്. എന്നിരുന്നാലും ഒരാഴ്ച വരെ നമ്മുടെ പ്ലാന്റ്സിന് വലിയ കേടുകൂടാതെ, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ചെടി ഭംഗിയായിട്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ സെല്ലറോട് സംസാരിച്ചിരിക്കണം. എന്നാണിത് കൊറിയർ ചെയ്യുക, വ്യക്തമായി അന്വേഷിക്കുക. നാളെ കൊറിയർ ചെയ്യുമോ? 3 ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോൾ അത് റിസീവ് ചെയ്യാൻ നമ്മൾ വീട്ടിലുണ്ടാവുമോ എന്നുള്ളത് ഇത് വാങ്ങിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. സെല്ലറിന് അതറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെടി ഓർഡർ കൊടുക്കുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളും സെല്ലറും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ അത്യാവശ്യമാണ്. നിങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും കർശനമായും നിങ്ങൾ പ്ലാന്റ്സ് അയക്കുന്നതിനെ പറ്റി, എത്ര ദിവസം പ്ലാന്റ്സ്, ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു താമസം വന്നാൽ എത്ര ദിവസം താമസം ഉണ്ടാവും എന്നതിനെ പറ്റിയും, നമ്മൾ വീട്ടിൽ ആ സമയത്ത് അവൈലബിൾ ആണോ എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായും സംസാരിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ചെടികൾ ഓർഡർ കൊടുക്കുന്ന സമയം മുതൽ ആ ചെടികൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നിടം വരെയുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് ബോധ്യപ്പെട്ടിരിക്കണം എന്ന് അർത്ഥം. ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഓർഡർ തന്നതിന് ശേഷം ഈ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ആ പ്ലാന്റ്സ് വരുമ്പോൾ നമ്മൾ വീട്ടിലില്ല എങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയച്ചവരോട് പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിസീവ് ചെയ്യുക എന്നുള്ള ആളുടെയാണ് ആ ഒരു ഉത്തരവാദിത്വം വരുന്നത്. അതുകൊണ്ട് ദയവായിട്ട് 2 കൂട്ടരും തമ്മിൽ, ചെടികൾ വിൽക്കുന്നയാളും ചെടികൾ വാങ്ങുന്നയാളും തമ്മിൽ നന്നായി ഒരു കോൺവെർസേഷൻ അത്യാവശ്യമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു. ബൈ.